വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകൽപ്പനകൾ പാലിച്ച് നടക്കുന്നവർക്ക് അനുഗ്രഹവും കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ശാപവുമായിരിക്കും ഫലം എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിൻ്റെയും നിൻ്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. നിൻ്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിൻ്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും. നിയമാവർത്തനം 30-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ജീവനോ മരണമോ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഇതാ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കും. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. മോശ തനിക്ക് 120 വയസ്സായെന്നും തന്നെ ജോർദാൻ കടക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്ന് തന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും ജോഷുവയായിരിക്കും അവർ കാനാൻ ദേശം കിടക്കുമ്പോൾ അവരെ നയിക്കുകയെന്നും അവരോട് ജോഷുവയുടെ സാന്നിധ്യത്തിൽ വ്യക്തമാക്കി. ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനുള്ള നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും മോശ ഈ നിയമം എഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.